ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ചില ആലോചനകളെ നിങ്ങളോട് അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ശമൂവേൽ ബാലനെക്കുറിച്ച് വളരെ വ്യക്തമായി ആഴമായി രേഖപ്പെടുത്തിയ ഒരു തിരുവെഴുത്താണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യം അല്ലെങ്കിൽ ചിന്തിപ്പിച്ചൊരു വാക്ക്, ശമൂവേൽ ബാലനോ വളരും തോറും, വളരും തോറും എന്നുള്ള ആ വാക്ക് എന്നെ ചിന്തിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി തീർന്നു. വളരും തോറും. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തേക്ക് മാത്രമല്ല, ചില വർഷങ്ങൾ മാത്രമല്ല, ചില കാലങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു 6 മാസമോ ഒരു വർഷത്തേക്കല്ല യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി, മനുഷ്യർക്ക് പ്രീതിയുള്ളവനായി ജീവിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വളരും തോറും ശമൂവേലിൻ്റെ ആ ബാലകൻ അല്ലെങ്കിൽ ശമൂവേൽ ബാലൻ തൻ്റെ വളർച്ച ഓരോ ദിവസവും വളരും തോറും, അവൻ വളർന്നുകൊണ്ടിരിക്കും തോറും ഈ ബാലകൻ ശമൂവേൽ യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി തീർന്നു. ഞാനൊരു സഭാ ശുശ്രൂഷകനായതുകൊണ്ട് ചില വിശ്വാസികളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ ഒരു വർഷമോ അവർ യഹോവയ്ക്ക്, കർത്താവിന് പ്രീതിയുള്ളവരായി ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള പ്രീതി, മനുഷ്യരോടുള്ള പ്രീതി എല്ലാം കുറഞ്ഞ് സ്നേഹം കുറഞ്ഞു, വിശ്വാസം കുറഞ്ഞ്, ചിലപ്പോൾ തന്നെ പ്രാർത്ഥന കുറയുന്ന അവസ്ഥ, ആരാധന കുറയുന്ന അവസ്ഥ, അത് കൊണ്ടു ചെന്നെത്തിക്കുന്നത് ആരാധനയ്ക്ക് വരാതെ തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. കാരണം അവർ 6 മാസത്തെ ഒരു പീരീഡ്, ഒരു വർഷത്തെ ഒരു പീരീഡ് മാത്രമാണ് അവർ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇവിടെ വായിക്കുമ്പോൾ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി തീർന്നു. വളരും തോറും ഓരോ ദിവസവും നടക്കുന്ന ഒരു പ്രോസസ്സ്. ശമൂവേൽ ബാലൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്, അവൻ യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി വളരുവാനിടയായി തീർന്നു. അതുപോലെ മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളരുവാനായിട്ടിടയായി തീർന്നു. ഇതൊരു കാലഘട്ടത്തേക്ക് മാത്രമല്ല, അവൻ്റെ ചെറുപ്രായത്തിൽ മാത്രമല്ല, അവൻ ഓരോ ദിവസവും വളരും തോറും യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി തീരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരും തോറും യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി വളരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു പക്ഷേ മനുഷ്യരെ പ്രീതിപ്പെടുത്തി ജീവിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. മനുഷ്യരുടെ മുമ്പിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രീതി ലഭിക്കുവാനായിട്ട് പലപ്പോഴും നാം
അഭിനയിച്ച് ജീവിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിന് പ്രീതിയുള്ളവനായി ജീവിക്കുക എന്ന് പറയുന്നത് സാധാരണമായ ഒരു കാര്യമല്ല. അതും വളരും തോറും ഓരോ ദിവസവും ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സ്തോത്രം. മനുഷ്യരെ പ്രീതിപ്പെടുത്തിയതുകൊണ്ട് ജീവിതത്തിൽ ഒരു നേട്ടവും നമുക്ക് ലഭിക്കുവാനായിട്ടില്ല. മനുഷ്യരെ പ്രീതിപ്പെടുത്തിയാൽ അതിൻ്റെ ഫലം അപ്പോൾ തന്നെ നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ യഹോവയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ഓരോ ദിവസവും ഓരോ മണിക്കൂറും നാം ദൈവസന്നിധിയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തി വളരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നെ കേൾക്കുന്നവരെ, പ്രിയമുള്ളവരെ, നിങ്ങൾ യഹോവയെ പ്രീതിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മനുഷ്യരെയും നിങ്ങൾക്ക് പ്രീതിപ്പെടുത്തുവാനായിട്ട് കഴിയും. ചിലർക്ക് മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നുണ്ട്, പക്ഷേ യഹോവയെ പ്രീതിപ്പെടുത്തുന്ന വിഷയത്തിൽ അവർ പിന്നോട്ട് നിൽക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. പലരെയും കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ, പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ അധികം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് തങ്ങളുടെ ജീവിതം കൊണ്ട് അവർ തയ്യാറായി. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവീക അനുഗ്രഹങ്ങളെയും അവർ വിചാരിക്കാത്ത ഉയർച്ചകളെയും ദൈവിക നന്മയിലേക്കും പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശമൂവേൽ ബാലൻ വളരും തോറും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു പ്രോസസ്സ്, താൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം യഹോവയെ പ്രീതിപ്പെടുത്തി ജീവിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. യഹോവയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ഹല്ലേലൂയ. ചില ആവശ്യങ്ങൾ നിറവേറേണ്ടതിനായി മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന മനുഷ്യരുണ്ട്. അതെല്ലാം അല്പസമയത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കും. എന്നാൽ യഹോവയെ നീ പ്രീതിപ്പെടുത്തുന്നുവെങ്കിൽ അതാണ് നിൻ്റെ ജീവിതത്തിലെ പ്രഥമമായ ലക്ഷ്യവും പ്രഥമമായ കാര്യവുമെന്ന് പറയുന്നത്. ഇവിടെ ശമൂവേൽ ബാലൻ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി തീർന്നു. സ്തോത്രം. യഹോവയെ പ്രീതിപ്പെടുത്തി, മനുഷ്യരെ പ്രീതിപ്പെടുത്തി അവൻ ജീവിച്ചു. യഹോവയോട് വിരോധമില്ലാതെ, യഹോവയ്ക്ക് എതിരായി ഒരു കാര്യം ചെയ്യാതെ, മനുഷ്യർക്ക് എതിരായി ഒരു കാര്യം ചെയ്യാതെ, മനുഷ്യരെ ഉപദ്രവിക്കാതെ, മനുഷ്യരുടെ പ്രീതിയും യഹോവയുടെ പ്രീതിയും അവൻ സമ്പാദിക്കുവാനായിട്ടിടയായിത്തീരുന്നു. സ്തോത്രം. ഞാനൊരു കാര്യം അവിടെ ആത്മാവിൽ വിളിച്ചു പറയാം. നീ യഹോവയെ പ്രീതിപ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ മനുഷ്യരെയും നിനക്ക് പ്രീതിപ്പെടുത്തുവാൻ പറ്റും. മനുഷ്യരും നിന്നെക്കുറിച്ച് നല്ലത് പറയാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ശമൂവേൽ ദൈവത്തിനും ദ്രോഹം ചെയ്തില്ല, മനുഷ്യർക്കും ദ്രോഹം ചെയ്തില്ല. ദൈവത്തിനും പ്രീതിയുള്ളവനായി തീർന്നു, മനുഷ്യർക്കും പ്രീതിയുള്ളവനായി തീർന്നു. അതിനൊരു കാരണമുണ്ട്. വളരും തോറും യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി വളരുവാൻ ഒരു കാരണമുണ്ട്. കാരണം ഒന്ന്, അവൻ്റെ ജനം തന്നെ അത്ഭുതമായിരുന്നു. പ്രാർത്ഥനയുടെ സന്തതിയാണ് ഈ ശമൂവേൽ. ശമൂവേലിൻ്റെ അമ്മ ഹന്ന വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിച്ച്, വേദനയോടെ പ്രാർത്ഥിച്ച്, തൻ്റെ അവസ്ഥയിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു വാങ്ങിയ ഒരു സന്തതിയാണ്. സ്തോത്രം. ഹന്ന പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുവന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് അവൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി ജീവിക്കുവാൻ ഒരു കാരണമുണ്ട്. അത് അതേ 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നെങ്കിൽ,
2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലെ ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഹല്ലേലൂയ. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നതുകൊണ്ട് അവൻ വളരും തോറും യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി വളരുവാനായിട്ടിടയായിത്തീർന്നു. യഹോവയുടെ സന്നിധിയിൽ വളർത്തപ്പെട്ട ശമൂവേൽ യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി വളരും തോറും യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി വളരുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യഹോവയോട് കൂടെ ചേർന്ന് ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തെ വിട്ടുപിരിയാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ യഹോവയുടെ കർത്താവിൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഞാൻ വിട്ടുപോകാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് പോകുന്നുവെങ്കിൽ നിനക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ഓരോ ദിവസവും കഴിയും. പ്രിയമുള്ളവരെ, നീ വളരുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഹല്ലേലൂയ. നീ വളർത്തപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ്? നീ ഉയർത്തപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഹല്ലേലൂയ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നഘട്ടങ്ങൾ വരുമ്പോൾ അവർ പറയും, ഞാൻ വളർത്തപ്പെട്ട മേഖല, ഞാൻ വളർന്നു വന്ന സാഹചര്യം വളരെ മോശമായിരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയെല്ലാമായി തീർന്നു എന്ന് പറയുന്ന പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയായി തീരുവാൻ കാരണം എൻ്റെ സാഹചര്യമായിരുന്നു, ഞാൻ വളർത്തപ്പെട്ട സാഹചര്യമായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം ഏതാണ്? ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവിൽ ഒരു ആലോചന ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ, അവിടെ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ, അവിടെ നിങ്ങൾ വളർന്നു വരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ വളർച്ചയിൽ യഹോവയെ പ്രീതിപ്പെടുത്തി ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യും. നിങ്ങളുടെ സാഹചര്യം ഏതാണ്? ഹല്ലേലൂയ. നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം ഏതാണ്? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം ഏതാണ്? ആ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ ദൈവകരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, പറഞ്ഞാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ വളരുവാൻ, അങ്ങയോട് കൂടെ ഇരിക്കുവാൻ, അങ്ങയുമായി ചേർന്നിരിപ്പാൻ, അങ്ങയുടെ സന്നിധിയിൽ വളരുവാൻ എനിക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന അപ്പനമ്മമാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നിങ്ങളെയും നിങ്ങളുടെ പൈതങ്ങളെയും ദൈവസന്നിധിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ തലമുറ യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി മാറും. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചില പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവേ, ശമൂവേൽ ബാലൻ വളർന്നതുപോലെ യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ള മകനായി അവർ വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവർ വളർന്നു വരുന്ന സാഹചര്യം ഏതാണ് എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവർ വളർന്നു വരുന്ന സാഹചര്യം ഏതാണ്? യഹോവയുടെ സന്നിധിയിലാണോ അവർ വളരുന്നത്? ഹല്ലേലൂയ. ദൈവവുമായി അവർക്ക് ബന്ധമുണ്ടോ? ദൈവവുമായി അവർക്ക് കണക്ഷനുണ്ടോ? അല്ലെങ്കിൽ അവർ ലോകപ്രകാരമായി ജീവിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരിക, ദൈവസന്നിധിയിൽ വളരുക. അങ്ങനെയാണെങ്കിൽ വളരും തോറും, ഓരോ ദിവസവും ചെല്ലും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളരുവാനായിട്ട് കഴിയും. അല്പസമയത്ത് ചെറിയ ആലോചന. വളരും തോറും യഹോവയ്ക്ക് പ്രീതിയുള്ളവരായി വളരുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങൾ ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ വളരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം നിങ്ങളിൽ പ്രീതിയുള്ളവരായി നിങ്ങളിൽ പ്രസാദിക്കുവാൻ, ദൈവം നിങ്ങളിൽ കരുണ കാണിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളും എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
ദൈവസന്നിധിയിൽ വളരുവാൻ ഇടയാക്കി തീർക്കണമേ. വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കൾ അവരുടെ കർത്താവ് തലമുറകളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വല്ലാത്ത അവസ്ഥയോടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് കർത്താവ്. ലോകം അതിൻ്റെ വല്ലാത്ത അവസ്ഥയോടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ തലമുറ, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവസന്നിധിയിൽ വളർന്നു വരുവാനും യഹോവയ്ക്ക് ദൈവത്തിന് പ്രീതിയുള്ള പ്രസാദമുള്ള മക്കളായി ജീവിപ്പാൻ, മനുഷ്യർക്ക് പ്രീതിയുള്ള മക്കളായി ജീവിപ്പാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾ അവർ ദൈവസന്നിധിയിൽ വളർന്ന് യഹോവയ്ക്ക് പ്രീതിയുള്ളവരായി യഹോവയുടെ നാമത്തെ സ്തുതിപ്പാൻ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമായി മാറട്ടെ. കർത്താവെ, അവിടുത്തെ നാമം പറഞ്ഞ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളരുക. ദൈവസന്നിധി വളരുവാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.